നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന യൂണിറ്റ് 6 ബില്ലി കോളിൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു പോയട്രിയും എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ദ ലേഡീസ് ഇയസ്സും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബില്ലി കോളിൻസിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. ആൻഡ് എവറിഡേ ലൈഫിനെ കുറിച്ചൊക്കെയാണ് ഡെയിലി ലൈഫിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ തീമായിട്ട് വരുന്നത്. ആൻഡ് 2001 to 2003 ഇദ്ദേഹം US-ൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പോയറ്റ് ലോറിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഹ്യൂമർ പ്ലസ് തോട്ട്ഫുൾനെസ് അല്ലെങ്കിൽ മെമ്മറി, ടൈം, ദെൻ ആക്ട് ഓഫ് റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് തീമായിട്ട് വരുന്നുണ്ട്. നോട്ടബിൾ കളക്ഷൻസ് എന്ന് പറയുന്നത് സെയിലിംഗ് എലോൺ അറൗണ്ട് ദ റൂം, അതുപോലെ തന്നെ ദി ആർട്ട് ഓഫ് ഡ്രൗണിങ്. ഓക്കെ, പോയട്രി എന്ന് പറയുന്നത് ഇദ്ദേഹം ബിലീവ് ചെയ്തിരുന്ന കാര്യം പോയട്രി ഷുഡ് ബി എൻജോയബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ടു ഓൾ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫ് എന്ന് പറയുന്നത്. ആൻഡ് ഫിലോസഫി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കൂടുതലും റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബില്ലി കോളിൻസിൻ്റെ പൂവമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പോയട്രിക്കകത്ത് റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്താണ് പോയട്രിയെ നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടും ഓപ്പൺ മൈൻഡോട് കൂടിയും ഒരു സെൻസ് ഓഫ് വണ്ടർ പോലെയും പോയട്രിയെ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുക. അല്ലാതെ അതിനെ ഡൈസെക്റ്റ് ചെയ്ത് മീനിങ് എടുത്ത് അതിൻ്റെ റിജിഡിറ്റി എല്ലാം മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് എന്താണ് വേർഡ് ബൈ വേർഡും ലൈൻ ബൈ ലൈനും സ്റ്റാൻസ ബൈ സ്റ്റാൻസയും നമ്മൾ കീറി മുറിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ എന്താണ് നമ്മൾ ഒരു ക്യൂരിയസ് ആയിട്ട് എന്താ പറയുക, ഒരു ക്യൂരിയസ് ചൈൽഡിനെ പോലെ, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് വണ്ടർ പോലെ, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡോട് കൂടി നമ്മളെപ്പോഴും പോയട്രി എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. അതിൻ്റെ അപ്പം ഇതാണ് ആ ഒരു പോയത്തിനകത്ത് വരുന്ന എന്താ പറയുക, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ബില്ലി കോളിൻസ് പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പോയത്തിലൂടെ ഇങ്ങനെയാണ്, ഇൻട്രൊഡക്ഷൻ ടു പോയട്രി. സോ സെൻട്രൽ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയട്രിയെ എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അതായത് എങ്ങനെ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു റീഡറായി മാറാം, അല്ലെങ്കിൽ പോയട്രിയുമായിട്ട് എങ്ങനെ നമുക്ക് ഐഡിയലായിട്ട് ഒന്ന് എൻഗേജ് ചെയ്തിരിക്കാൻ സാധിക്കും. അപ്പോൾ അത് എക്സ്പ്ലോറേഷൻ പ്ലസ് എൻജോയ്മെൻറ്റ് വഴിയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പോയട്രി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യുക ആൻഡ് എൻജോയ് ചെയ്യുക. അല്ലാതെ എന്താ പറയുക, ഹാർഷായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാനോ അങ്ങനത്തുള്ള മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു പോം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലി നമ്മളൊരു പോയത്തിന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പേഴ്സണലി ഇൻ്റർപ്രിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണോ നമുക്ക് തോന്നുന്ന ആ പോയം അങ്ങനെ അതിൻ്റെ മീനിങ് ഡിസ്കവർ ചെയ്യുക. അപ്പോൾ ആ മീനിങ്ങിനെ നമ്മൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ പോയത്തിനെ നമ്മൾ വേറെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്ന് അനലൈസ് ചെയ്യാനോ ഇൻ്റർപ്രിറ്റ് ചെയ്യാനോ നമ്മളായിട്ട് മീനിങ്സ് അതിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ റിയൽ ബ്യൂട്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷനാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ദ ജോയ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ മീനിങ് വൺസ് ഓൺ. ഓക്കെ, അതായത് ഓർഗാനിക് ആയിട്ട് ഒരാൾ മീനിങ് കണ്ടുപിടിക്കുക, അയാൾ സ്വന്തം തന്നെ. ഇനി ടോൺ ഓഫ് ദ പോയം വളരെ പ്ലേഫുൾ ആണ്, പക്ഷേ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു പോവമാണ്. കുറച്ച് ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പോയട്രി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വളരെ ഒരു പസിൽ പോലെയാണ് കാണുന്നത്. അതായത് ഒരു കവിത ഒരാൾ എഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, അതിൻ്റെ മീനിങ് എങ്ങനെയെങ്കിലും അർത്ഥം മുറിച്ച് കണ്ടുപിടിക്കണം എന്നാണ് ആളുകളുടെ വിചാരം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ പോയിട്ട് ഒരു ചെറിയ ഫ്രസ്ട്രേഷനോട് കൂടിയാണ് ഇദ്ദേഹം ഈ പോയം എഴുതുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കോൺവെർസേഷണൽ സ്റ്റൈലിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇമേജറി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെൻസറി നമ്മൾ ഇമാജിനേഷൻ പ്ലസ് എക്സ്പ്ലോറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു പോയത്തിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പോയട്രി എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് മീനിങ്സ് മനസ്സിലാക്കാനോ അനലൈസ് ചെയ്ത് കീറി മുറിക്കാനോ നമ്മൾ ശ്രമിക്കരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കോളിൻസ് ഒരു മെറ്റഫർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു പോയത്തിനെ ഒരു കളർ സ്ലൈഡ് പോലെ കമ്പയർ ചെയ്തേക്കുവാണ്. കളർ സ്ലൈഡ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കെയർഫുൾ ആയിട്ട് ജെന്റിലായിട്ട് ഒബ്സർവ് ചെയ്ത് അതിൻ്റെ ഫുൾ ബ്യൂട്ടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, അല്ലേ? അതിൻ്റെ ഫുൾ ബ്യൂട്ടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കളർ സ്ലൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, കളർ പാലറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന കളർ പാലറ്റ് ഉണ്ടല്ലോ, അത്. അപ്പോൾ കളർ സ്ലൈഡ് വെച്ചിട്ട് കളർ സ്ലൈഡിനെ പോലെ പോയത്തിനെ കമ്പയർ ചെയ്യുകയാണ്. അതിനെ നമ്മൾ കെയർഫുള്ളായിട്ടും ജെന്റിലായിട്ടും ഒബ്സർവ് ചെയ്യുക, എന്നാലേ അതിൻ്റെ റിയൽ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവത്തോളം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പോയട്രി എന്ന് വെച്ചാൽ ഡെലിക്കേറ്റ് ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുകയും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാലേ അതിനകത്തുള്ള ഹിഡൻ ലെയേഴ്സ് പതുക്കെ ചുരുളഴിഞ്ഞ് അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്ത് വരത്തുള്ളൂ നാച്ചുറലി. അല്ലാതെ നമ്മൾ പെട്ടെന്ന് എൻ്റെ പോയം വായിച്ചിട്ടോ അത് ഇന്നതാണ് എന്ന് കൺക്ലൂഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്യാനോ അല്ല. ഡോണ്ട് ബി ഇൻ സച്ച് എ ഹറി എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ഹറിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ സ്വിഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ആ പോയത്തിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ അല്ല ഡോണ്ട് ഡൂ ദാറ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് അപ്രോച്ച് എ പോയട്രി അല്ലെങ്കിൽ അപ്രോച്ച് എ പോവം എന്ന് പറയുന്നത് വളരെ സ്റ്റെൽത്തിലി ആയിട്ട്, അതായത് എന്താ പറയുക, നല്ല സ്ലോ ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ആൻഡ് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലെയർഡ് ബൈ ലെയർ ആയിട്ട് പോയം തന്നെത്താനെ നമ്മുടെ മുമ്പിൽ ചുരുളഴിഞ്ഞ് അൺഫോൾഡ് ചെയ്ത് നാച്ചുറലായിട്ട് വരും. അല്ലാതെ ഡോണ്ട് ബി ഇൻ സച്ച് എ ഹറി ടു ഫൈൻഡ് ഔട്ട് ദി മീനിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണ്, ദിസ് മെറ്റഫർ, വീണ്ടും ഒരു മെറ്റഫറാണ് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അതായത് പോയത്തിനെ ഒരു ബീ ഹൈവുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ബീ ഹൈവ് എന്ന് വെച്ചാൽ അറിയാലോ, തേനീച്ചക്കൂട്. എപ്പോഴും ബീ ഹൈവ് എന്ന് പറയുന്നത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബസ്സിങ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. വളരെ ലൈഫും ആക്ടിവിറ്റീസും, അതായത് നല്ല രീതിയിൽ ഇങ്ങനെ ബീസ് അറിയാലോ, നല്ല രീതിയിൽ എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ ഹമ്മ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ് ബീ ഹൈവ്. അപ്പം പോയോ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൈബ്രൻ്റ് എന്നാണ് പറയുന്നത്. പോയത്തിന് റിഥമുണ്ട്, സൗണ്ട് ഉണ്ട്, ഹിഡൻ മീനിങ്സ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ബീസ് ഹം ചെയ്യത്തില്ലേ ബീ ഹൈവിൽ ഇരുന്ന്, അതുപോലെ തന്നെയാണ് ഒരു പോയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അത് വളരെ ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അതായത് ഒരു പോയത്തിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുക. അതായത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഒരു മൗസ് ഒരു കെണിയിൽ എങ്ങനെയാണോ നാവിഗേറ്റ് ചെയ്യുന്നത്, അത് അതിൻ്റെ സ്ട്രക്ചറും പാത്തും എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് വെളിയിലിറങ്ങാനുള്ള, അതുപോലെ തന്നെയാണ് നമ്മളൊരു പോയത്തിനെയും എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിലാണ്, ഒരു പ്ലേഫുൾ ഇമേജാണ് ഇപ്പോൾ ഇവിടെ പോയത്തിനെ ഒരു മൗസായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത് അല്ലേ. അതായത് ജേർണി ത്രൂ എ പോം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, നമ്മൾ ആ ജേർണിയും നമ്മൾ എൻജോയ് ചെയ്യണം, ആ ഡെസ്റ്റിനേഷനും നമുക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത്. അപ്പം എന്താ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എലി എങ്ങനെയാണോ അതിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്, അതുപോലെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വഴിയെല്ലാം ഇങ്ങനെ പതുക്കെ മനസ്സിലാക്കി എടുക്കുന്ന പോലെ തന്നെ വേണം നമ്മളൊരു പോയത്തിനെയും കാണാൻ. നമ്മളതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മീനിങ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, ഓരോ എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പതുക്കെ എക്സാമിൻ ചെയ്യുക, പ്ലസ് ഇമാജിനേഷനോട് കൂടി. ഫോർത്ത് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്, പോയത്തിനെ ഒരു ഡാർക്ക് റൂമുമായിട്ട് കമ്പയർ ചെയ്യുവാണ് അദ്ദേഹം. അതായത് ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, റീഡേഴ്സ് പോയം ഒരു ഡാർക്ക് റൂമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഡേഴ്സിൻ്റെ ജോലി എന്താ, അതിനകത്ത് ലൈറ്റ് കണ്ടുപിടിക്കുക, അതായത് മീനിങ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുക. ഫിസിക്കലി ആൻഡ് ആസ് വെൽ ആസ് ഇമോഷണലി ഒരു പോയവുമായി നമ്മൾ ഡീൽ ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് അതിനകത്തുള്ള മീനിങ് അല്ലെങ്കിൽ ലൈറ്റ് കണ്ടുപിടിക്കുക. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആൻഡ് ഗ്രാജുവലാണ്. അതിനൊരുപാട് ക്ഷമയും ഇൻറ്റ്യൂഷനും അല്ലെങ്കിൽ പേഷ്യൻസും ആവശ്യമാണ്. ഫിഫ്ത്ത് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്, ഒരു പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിൽ, വീണ്ടും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള രീതിയിൽ പോയട്രി നോക്കുവാണ്. അതായത് റീഡേഴ്സ് സർഫസ് എക്സ്പീരിയൻസിന് മാത്രമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, റാദർ ദാൻ എന്താണ്, അതായത് റീഡേഴ്സ് സർഫസ് എക്സ്പീരിയൻസ് ഒരു പോയം വായിക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഒരു ഭംഗി കിട്ടുമല്ലോ. അതായത് എങ്ങനെയാണ്, നല്ലതാണോ ചീത്തയാണോ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും ഒറ്റ വായനയിലൂടെ. സോ അത് ഓവർലി നമ്മൾ കൺസേൺഡ് ആവാതെ ആ ഓതറിൻ്റെ ഐഡൻറ്റിറ്റിയോ ഇൻറ്റൻഷനോ ഒന്നും നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഒരു സർഫസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻജോയ് ചെയ്ത് പോവുക. ആൻഡ് ദി ആക്ട് ഓഫ് വേവിങ് അറ്റ് ദി ഓതർ, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ആക്ട് ഓഫ് വേവിങ് അറ്റ് ദി ഓതർ, ഓതറിനെ കൈ കാണിക്കുക എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ക്രിയേറ്ററിനെ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ പോയം എഴുതിയ, കവിത എഴുതിയ ആ കവിയെ അല്ലെങ്കിൽ കവയിത്രിയെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. പക്ഷേ എന്ത് ചെയ്യണം, കൂടുതൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒബ്സഷൻ നമ്മുടെ മൈൻഡിൽ വേണ്ട. അയാൾ ഇങ്ങനെ ആയിരിക്കും വിചാരിച്ചത്, അയാൾ ഇങ്ങനെ ആയിരിക്കും കവിത എഴുതിയത്, ഇതായിരിക്കും അയാൾ ഉദ്ദേശിച്ച കാര്യം, അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് അയാളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പോയം വായിക്കുക. സിക്സ്ത് സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുവാണ്. അതായത് നമ്മുടെ അക്കാഡമി, ഇപ്പം നമ്മൾ തന്നെ ഒരു പോയത്തിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് പോയിന്റ് ടീച്ചേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നത്, അതിനെ കീറി മുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള റിജിഡ് ആയിട്ടുള്ള അക്കാഡമിക് അപ്രോച്ച് വേണ്ട. പകരം എന്ത് ചെയ്യണം, നമ്മൾ ആ പോയത്തിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എസെൻസ് നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു പോയത്തിനെ നമ്മൾ ടോർച്ചർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ദെൻ സെവൻത്ത് സ്റ്റാൻസയ്ക്കകത്ത്, ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുന്നത്, ചില റീഡേഴ്സ് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മീനിങ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പോയത്തിനെ കീറി മുറിക്കും. ഇത് ഒരു വയലൻ്റ് ഇമേജറി ആയിട്ടാണ് കാണിച്ചേക്കുന്നത്, വയലൻ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ പകരം ജെൻറ്റിലായിട്ടും നല്ല രീതിയിൽ സോഫ്റ്റായിട്ടും വേണം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയത്തിനെ മനസ്സിലാക്കിയെടുക്കുക. അല്ലാതെ കൂടുതൽ ഡാമേജ് ചെയ്യാതെ അപ്രോച്ച് എൻജോയ്മെൻറ്റോടു കൂടിയും അപ്രീസിയേഷനോട് കൂടിയും വേണം നമ്മളൊരു പോയത്തിനെ മനസ്സിലാക്കി എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്.
അടുത്തത് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ദ ലേഡീസ് യെസ് എന്നുള്ള പോവമാണ് നമ്മൾ നോക്കുന്നത്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് ഒരു പ്രോമിനൻറ്റ് പോയറ്റാണ് വിക്ടോറിയൻ പീരീഡിൽ. അതുപോലെ തന്നെ ബോൺ ഇൻ ഇംഗ്ലണ്ടാണ്. ആൻഡ് യങ് ഏജ് ഓൺവേർഡ്സ്, അതായത് 14 വയസ്സുള്ളപ്പോൾ അവരവരുടെ ഫസ്റ്റ് കളക്ഷൻ പബ്ലിഷ് ചെയ്തു. ഒരുപാട് ഇൽനെസ്സും ഫാമിലിയുടെ ഒപ്പോസിഷനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ എന്നാലും അവർ എഴുതാനൊക്കെ തുടങ്ങി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ഫിഗറൊക്കെ ആയിട്ട് മാറി. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് റോബർട്ട് ബ്രൗണിങ് എന്നുള്ള പോയിറ്റിനെയാണ് കേട്ടോ. സോ അവരുടെ ഇൻസ്പിറേഷനും സക്സസിനും എല്ലാം കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ആൻഡ് പിന്നെന്താണ്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ലവ് പോമാണ്, സോണറ്റ്സ് ഫ്രം ദി പോർച്ചുഗീസ്. അത് 1850 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നോക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ദ ലേഡീസ് യെസ് എന്നുള്ളത് ലവിൻ്റെ അല്ലെങ്കിൽ ലവിനെ കുറിച്ചുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇമോഷൻസിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു ഇവർ എഴുതിയിരുന്ന സമയത്തൊക്കെ, ഇവരുടെ ആ ഒരു പീരീഡിലൊക്കെ, വിക്ടോറിയൻ പീരീഡിലൊക്കെ. സോ അത് ഈ രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് ഈ ഒരു പോം സംസാരിക്കുന്നത്. അതായത് ലവ്, ഇൻഡിപെൻഡൻസും ഓണസ്റ്റിയെക്കുറിച്ചും. സോഷ്യൽ പ്രഷേഴ്സ് കാരണം ഒരു സ്ത്രീക്ക് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സ്യൂട്ട്സ് പോലും അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള അഫെയർസിൽ പോലും അവർക്ക് പേഴ്സ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജെന്യൂൻ ഫീലിങ്സ് ഒന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല സ്ത്രീകൾക്ക്. അപ്പോൾ ഈ ടോൺ ഓഫ് ദി പോം എന്ന് പറയുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് സൊസൈറ്റിയെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തും എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ലിറിക്കൽ ക്വാളിറ്റി ഉള്ളൊരു പോവമാണിത്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ഇമോഷണൽ സിൻസിയറിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലവിനോടുള്ള ലവ് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഇതിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഒരു കൺഫെഷനോട് കൂടിയാണ്, ഒരു തുറന്നു പറച്ചിലോട് കൂടിയാണ് നമ്മുടെ പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് കൺഫെഷൻ? ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതായത് അവരുടെ ഫീലിങ്സിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവരിവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഡേ ലൈറ്റിൻ്റെ മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻഡിൽ ലൈറ്റും ഡേ ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇമോഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻഡിൽ ലൈറ്റിനെയാണ് കാണിക്കുന്നത്. അത് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത് എപ്പോഴാണ്? ഡേ ലൈറ്റിലാണ്. അതായത് നമ്മൾ കുറച്ചും കൂടി അതിനെ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി സ്ക്രൂട്ടനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോഴേ നമ്മൾ കുറച്ചും കൂടി വ്യക്തമാകും. അതായത് നമ്മുടെ ഇമോഷൻസും ഡിസിഷൻസും നമ്മൾ ചില കണ്ടീഷൻസിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുക്കും. അത് ക്യാൻഡിൽ ലൈറ്റ് എന്നാണ് അതിനെ കമ്പയർ ചെയ്തേക്കുന്നത്. നമ്മൾ ക്യാൻഡിൽ ലൈറ്റ് എന്ന് വെച്ചാൽ അധികം വെളിച്ചമില്ല, ക്യാൻഡിലിൻ്റെ വെളിച്ചമേ ഉള്ളൂ. സോ ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് പലതും കാണാനൊന്നും സാധിക്കത്തില്ല. ഡേ ലൈറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് ക്യാൻഡിൽ ലൈറ്റിലായിരിക്കും, ചിലത് നമ്മൾ ഡേ ലൈറ്റിലായിരിക്കും. അതായത് ചില ഡിസിഷൻസ് നല്ല വ്യക്തതയോടുകൂടിയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുന്നത്? ഈ ഇൻസെക്യൂർ, അതായത് അവരുടെ മൈൻഡിലുള്ള, അതായത് സ്പീക്കർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു ഇൻസെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യാലിറ്റി ഇപ്പോഴത്തെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു അഫെയർസിലുണ്ട് എന്ന് പറയുവാണ്. അപ്പോൾ അവരിവിടെ ലാമ്പിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, വെളിച്ചത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് എക്സ്പ്രഷൻസ് ഓഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ടാണ്. അതല്ലാതെ ഒരു ജെന്യൂൻ ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല ലവിലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനോട് ഇവർക്ക് കമ്മിറ്റ് ചെയ്യേണ്ട, ലവ് ആണെങ്കിലും ഏത് ഫീലിംഗ് ആണെങ്കിലും. തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് എന്താണ്? അവരുടെ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുവാണ്. അതായത് അവർക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ടു ഫ്രീഡം. അതായത് അവർക്കെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരു റൈറ്റ് ടു ഫ്രീഡം വേണം. ആൻഡ് പിന്നെന്താ, അവരുടെ സ്ട്രെങ്ത് കാണിക്കാനും അവരുടെ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം അങ്ങ് റിജക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആർക്ക് വേണം? സ്ത്രീകൾക്ക് വേണം എന്നാണ് പറയുന്നത്. ദെൻ ഈ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്ക്, അതായത് ഇങ്ങനെ സ്ട്രെങ്ത് കാണിക്കണം എന്ന് പറയുമല്ലോ അവർ, അതിലവർക്ക് ഒരു കുറ്റബോധവും ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസ് എന്താണ്? പിന്നെ ലവിലാണെന്നുണ്ടെങ്കിലും ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും രണ്ട് പാർട്ടീസിനെയും അല്ലെങ്കിൽ രണ്ടാളുകളെ നമ്മൾ ബ്ലെയിം ചെയ്യണം. കാരണം അവരുടെ ഇൻട്രാക്ഷൻ വളരെയധികം സൂപ്പർഫിഷ്യലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ലവ് അഫെയറിൽ. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അത് ഫ്ലീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ഷാലോ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഫേക്ക് മൊമെൻറ്റ്സിനൊന്നും നിങ്ങൾ സമയം കളയാതെ ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലുള്ള അഫെയർസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത
ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തത് പറയുന്നത്. പിന്നെ 5th സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ട്രൂ ലവിനെ കുറിച്ചുള്ളൊരു ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീയുടെ ലവ് വിൻ ചെയ്യുക എന്നുള്ളതിന് നൊബിലിറ്റി, അയാൾ മറ്റേ പാർട്ട്ണർ നോബിൾ ആയിരിക്കണം, ബ്രേവ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. എന്നാലേ ആ ഒരു ലോയൽറ്റി ഒരു സ്ത്രീയുടെ മൈൻഡിൽ നിന്ന് അയാൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ലവിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ടേക്ക് ലവ് സീരിയസ്ലി. അത് വളരെ ഡീപ്പായിട്ടും നല്ല രീതിയിൽ കമ്മിറ്റ്മെൻറ്റും ആവശ്യമുള്ളൊരു കോൺസെപ്റ്റാണ്. ദെൻ 6th സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേക്ക് ലവും പ്യുവർ ലവും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. ലവ് എന്ന് പറയുന്നത് ഒരിക്കലും മെറ്റീരിയൽ പ്ലഷറിന് വേണ്ടി മാത്രമായി പോകരുത്, അത് കുറച്ചും കൂടി എറ്റേണൽ ആയിരിക്കണം, പിന്നെന്താ ഡീപ്പായിരിക്കണം. ഇപ്പോൾ ഇവിടെ ലവിനെ മെറ്റീരിയൽ പ്ലഷറായിട്ട് ഇപ്പോൾ പറയുമ്പോൾ ഫെസ്റ്റീവ് ബോർഡെന്ന് പറഞ്ഞ് അവർ കമ്പയർ ചെയ്യുന്നുണ്ട് പോയത്തിനകത്ത്. പിന്നെ എറ്റേണൽ അല്ലെങ്കിൽ സിൻസിയർ ആയിരിക്കണമെന്ന് പറയുമ്പോൾ അവർ ലവിനെ സ്റ്റാറി സ്കൈസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ആ ലവർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം, ഓണസ്റ്റും ആയിരിക്കണം, ചുമ്മാ ആവശ്യമില്ലാതെ പുകഴ്ത്തലുകളൊന്നും വേണ്ട, ഫ്ലാറ്ററി ഒന്നും വേണ്ട. 7th സ്റ്റാൻസയ്ക്കകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റാൻസയാണ്, സ്പീക്കറിൻ്റെ ഐഡിയ ഓഫ് ലവ് ആണ് പറയുന്നത്. ഐഡിയ ഓഫ് ലവ് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈംലെസ് ആണ്. ഈ ലവറിൻ്റെ സിൻസിയറിറ്റി അനുസരിച്ചിരിക്കും സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുന്നതെന്നുള്ള രീതിയിൽ. ആ സ്ത്രീയും അപ്പം ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ആളും സിൻസിയർ ആയിട്ടിരിക്കുക, അതാണ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രൂ ലവ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു പോയം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് യെസ് 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 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കാണാം. അത് കാണിക്കുന്നത് എന്താണ്, ലവിനെ ജെന്യൂനായിട്ടും വേറൊരു ഹെസിറ്റേഷനും ഇല്ലാതെ ഡിക്ലെയർ ചെയ്യുവാണ്. ഫ്രീ ആയിട്ടും വിത്ത് കൺവിക്ഷനോട് കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും ജെന്യൂനായിട്ടും ലവിനോട് യെസ് പറയുവാണ് ആര്, നമ്മുടെ പോയറ്റ്. ഓക്കെ, അപ്പോൾ ആ യെസ് എന്നുള്ള വാക്ക് ഇവിടകത്ത് എന്ത് പറയുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ലേഡീസ് യെസ് എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. ലേഡിയുടെ യെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റേയാളും എന്ത് ഇരിക്കണം, സിൻസിയർ ആയിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക.